ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ അക്ഷരം ഉരുവിട്ടാൽ എത്ര വലിയ ശത്രുവും വരുതിയിലാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കത്തില്ല, അല്ലെങ്കിൽ വശ്യമാകും. ഒരു അത്ഭുതകരമായ വിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ ഏത് റൂമിൽ നിന്നാലും ആ റൂമിനൊരു ഭാഗ്യസ്ഥാനമുണ്ട്, ഒരു ഭാഗ്യഭാഗമുണ്ട്, ഒരു ഭാഗ്യ സ്ഥലമുണ്ട്. ആ റൂമിനുള്ളിൽ തന്നെ ഒരു ഭാഗ്യസ്ഥലമുണ്ട്. അവിടെ നിന്ന് നാരായണൻ്റെ ഒരു വിദ്യ ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം ഉദിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വീടിൻ്റെയും അല്ലെ ആ മുറിയുടെയും ആ ജപിക്കുന്ന നിങ്ങളുടെയും ഭാഗ്യോദയം ആരംഭിക്കും. അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. അതിനുവേണ്ടി ആദ്യമേ ഞാൻ പറഞ്ഞു. പിന്നെ ചെറിയ കൈരേഖയുടെ ചില രഹസ്യങ്ങൾ അതറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. പിന്നെ മുൻജന്മ കർമ്മദോഷം മാറാനുള്ള ഒരു ലളിതമായ ചില കാര്യങ്ങൾ ശിവന് ചെയ്യാവുന്ന ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതൊക്കെ നഷ്ടപ്പെടുത്തിയാൽ അത് ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാണ്, ആവശ്യമുള്ളവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഏത് അക്ഷരമാണ് ഉരുവിടേണ്ടത്? ആ അക്ഷരം ഉരുവിടുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അങ്ങനെ ഉരുവിടുമ്പോഴാണ് ഏത് ശത്രുവും വരുതിയിലാകുന്നത്. എത്ര വലിയ ശത്രുവും വരുതിയിലാകും വിശ്വാസത്തോടു കൂടി ചെയ്താൽ. അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വരും. നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ സ്തംഭിക്കും. നമുക്ക് അനുകൂലമാകും. ശത്രു ആരും ആയിക്കോട്ടെ, എത്ര വലിയ ശത്രു ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു ശിവവിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് വിശ്വാസത്തോടുകൂടി ചെയ്താലാണ് ഫലം ഉണ്ടാകുന്നത്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ് ചെയ്യുന്നത്. വാട്സപ്പിൽ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ DNA ആസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം, അതിൻ്റെ വെച്ച് കർമാസിൻ്റെ ചില സംഭവങ്ങളും ഞാൻ വിശകലനം ചെയ്തിട്ട് ഞാനൊരു പരിഹാരം പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഫ്രീ ആകുമ്പോഴായിരിക്കും റിപ്ലൈ തരുന്നത്. അതിൽ എനിക്ക് പറ്റുന്ന എന്ന് വെച്ചാൽ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പറ്റുന്ന ആളുകൾക്ക് കുറച്ച് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. എൻ്റെ പുറകെ എപ്പോഴും നടക്കണമെന്നോ ഒന്നുമില്ല. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല വഴിപാടുകളും കാര്യങ്ങളും പറയത്തുള്ളൂ. അതിന് ചെറിയൊരു പീസേ പറയത്തുള്ളൂ. കാരണം ഞാനൊരു ശിവയോഗിയാണ്, അതുകൊണ്ടാണ്. അല്ലാതെ എപ്പോഴും ഞാൻ ഒരാളുടെ ഒരു തവണ നോക്കത്തുള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില മൂന്നൂറാണ് നോക്കുന്നത്. അതാവശ്യമുള്ളവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഞാനെപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവയോഗിയാണ്. എനിക്ക് എൻ്റേതായ ചില പ്രാണായാമങ്ങളും ചില ശിവവിദ്യകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നേരിട്ട് വന്നാലോ ഫോൺ വിളിച്ചാലും മിക്കാനും കിട്ടത്തില്ല. വർക്കിൽ മിക്കാറും അല്ലാത്തപ്പോൾ വർക്കും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ്. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ അക്ഷരങ്ങൾ ഞാൻ പറയുകയാണ്. അതെങ്ങനെ ഉരുവിടേണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കുക കേട്ടോ. ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യ ഉദയം, അതിന് ചെയ്യേണ്ട കാര്യം, അത് ഏത് റൂമിൽ നിന്നും ചെയ്യാം. വീടിൻ്റെ ഏത് റൂമിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലായിക്കോട്ടെ, കടമുറിയിലായിക്കോട്ടെ, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ ഭാഗ്യോദയത്തിന് ചെയ്യേണ്ട ഒരു കാര്യം, അത് എല്ലാം പറയുന്നുണ്ട്. അത് മുഴുവൻ കേൾക്കുക. ആദ്യം പറയുന്നത് ആ അക്ഷരം കൊണ്ട് ചെയ്യാവുന്ന ഒരു വിദ്യയാണ്. ഏത് ശത്രുവും വരുതിയിലാകുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് പതുക്കെ എടുക്കുക. കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യണം. പതുക്കെ എടുക്കണം. സ്ലോ ആയിട്ട്, ദീർഘമായിട്ട് പതുക്കെ എടുക്കുക. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ന, മ, ശി, വ, യ ഈ അക്ഷരം മനസ്സിൽ ഓരോന്നും എടുത്തെടുത്ത് മനസ്സിൽ ജപിക്കണം. നമശിവായ ഒന്നിച്ചല്ല, ഓരോ അക്ഷരവും എടുത്ത് മനസ്സിൽ ജപിക്കണം. ന, മ, ശി, വായ അങ്ങനെ ജപിച്ചുകൊണ്ട് ശ്വാസം പതുക്കെ ഉള്ളിലേക്കെടുത്ത്
അത് ഹൃദയത്തിൽ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഹോൾഡ് ഒന്നും ചെയ്യണ്ട. ഹൃദയത്തിൽ നിന്ന് ശ്വാസം പതുക്കെ അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ജപിച്ച് വെളിയിലോട്ട് വിടുക. നമ ശിവായ മനസ്സിലാണ് ജപിക്കുന്നത്, വെളിയിലേക്ക് വിടുക ദീർഘമായിട്ട്. അപ്പോൾ ദീർഘമായിട്ടാണ് എടുക്കുന്നത്, ദീർഘമായിട്ടാണ് വിടുന്നത്. ഇത് ഒരു 2-3 തവണ ചെയ്യുക, അല്ലെ ഒരു തവണ ചെയ്താൽ പോലും ശിവഭഗവാനുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകും, ശിവൻ്റെ എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകും. ഭഗവാൻ നിങ്ങളുടെ ഹൃദയാകാശത്തിലാണ് കുടികൊള്ളുന്നത്, നിങ്ങളുടെ ഹൃദയാകാശത്തിലാണ് ശിവൻ കുടികൊള്ളുന്നത്. ഭഗവാന്റെ എനർജിയുമായി, ഭഗവാന്റെ ആ അനശ്വരമായ ആ ബോധവുമായി നിങ്ങൾ കണക്റ്റ് ആവും. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ശ്വാസം വിടുമ്പോൾ നമ ശിവായ എന്ന് ജപിച്ച് ശ്വാസം എടുക്കുമ്പോൾ ദീർഘമായിട്ട് നമ ശിവായ എന്ന് ഓരോ അക്ഷരം എടുത്ത് മനസ്സിൽ ജപിച്ചുകൊണ്ട് ശ്വാസം എടുത്ത് ആ ശ്വാസം ഹൃദയത്തിൽ വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ശ്വാസം വിടുമ്പോൾ എല്ലാം കണ്ണ് തുറന്നുകൊണ്ട് ആണ് ചെയ്യുന്നത്, മനസ്സിലാണ് ജപിക്കുന്നത്. നമ ശിവായ ഓരോ അക്ഷരം പെറുക്കി ജപിക്കണം. നമ ശിവായ എന്ന് ജപിച്ചുകൊണ്ട് പതുക്കെ സാവധാനം ശ്വാസം വിടുമ്പോൾ ശ്വാസം ഈ മൂക്കിൻ്റെ അവിടുന്ന് താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് വശപ്പെടേണ്ടത്, അല്ലെ നിങ്ങൾക്ക് ഏത് കാര്യമാണ് തടസ്സം സൃഷ്ടിക്കുന്നത്, ആ കാര്യം ചിന്തിച്ചുകൊണ്ട് വേണം മൂക്കിൻ്റെ അവിടുന്ന് വെളിയിലോട്ട് ദീർഘമായിട്ട് ശ്വാസം വിടുമ്പോൾ ആ ഒരു സമയം മാത്രം നമ ശിവായ ജപിച്ചിട്ട് ശ്വാസം വെളിയിലോട്ട് വിടുമ്പോൾ മൂക്കിൻ്റെ അവിടുന്ന് വെളിയിലോട്ട് ശ്വാസം സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കേണ്ടത്, ഏത് കാര്യമാണോ നിങ്ങൾക്ക് അനുകൂലമാക്കേണ്ടത്, അത് മാത്രം ചിന്തിക്കുക. ഹൃദയത്തിൽ നിന്ന് ശ്വാസം വെളിയിലേക്ക് എടുക്കുമ്പോൾ നമ ശിവായ നമ ശിവായ അത് ഓരോ അക്ഷരമായിട്ട് ജപിക്കണം, ഒന്നിച്ച് ജപിക്കരുത് കേട്ടോ. നമശിവായ എന്ന് ഒന്നും ജപിക്കരുത്. നമ ശിവായ എന്ന് ജപിച്ചിട്ട് ശ്വാസം മൂക്കിലൂടെ വെളിയിലോട്ട് പോകുന്ന, ഇവിടുന്ന് മൂക്കിൽ നിന്ന് അങ്ങോട്ട് വെളിയിലോട്ട് പോകുന്ന സമയത്ത് ഒന്നും ചിന്തിക്കേണ്ട, ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് അനുകൂലമാണത് ആ വ്യക്തിയുടെ ചിത്രം മാത്രം മനസ്സിൽ ചിന്തിച്ച് ശ്വാസം വെളിയിലേക്ക് ദീർഘമായിട്ട് വിടുക. മനസ്സിലാവുന്നുണ്ടോ? ഇതെത്ര വിശ്വാസത്തോടെ ചെയ്യുന്നു അത്രയും ഫലമുണ്ടാകും. വിശ്വാസം ഇല്ലാതെ ചെയ്ത ഒരു ഫലം ഉണ്ടാകത്തില്ല. ഇതൊരു രഹസ്യവിദ്യയാണ്. അപ്പോൾ ഇനി ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടാനുണ്ടല്ലോ, ഏതെങ്കിലും കാര്യമാണെങ്കിലും ആ കാര്യം ചിന്തിച്ചുകൊണ്ട് ശ്വാസം ദീർഘമായിട്ട് വെളിയിലോട്ട് വിടുക. അപ്പോൾ ഇത് 3 തവണ ചെയ്യുക രാവിലെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു തവണ ചെയ്തിട്ട് വേണമെങ്കിൽ അല്പനേരം കഴിഞ്ഞ് ഒരു തവണ ചെയ്യുക, അല്ലെങ്കിൽ അല്പനേരം കഴിഞ്ഞ് ഒരു തവണ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആവർത്തിക്കാം. നിങ്ങൾ ജോലിയൊന്നും ചെയ്യുന്നതിനിടയ്ക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാം. നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ഈ വിദ്യയിൽ ലയിച്ചു ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വേഗം അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും. ഈ നമ ശിവായ എന്ന അക്ഷരത്തിനകത്ത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് സർവ്വതുമുണ്ട്, സർവ്വപ്രപഞ്ചവുമുണ്ട്, സർവശക്തിയുമുണ്ട്, പഞ്ചഭൂതങ്ങളുമുണ്ട്, സാക്ഷാൽ ശിവൻ. അതൊരു രഹസ്യവിദ്യയാണ്. നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. ഏത് കാര്യം ചിന്തിച്ചു ഇങ്ങനെ ചെയ്യാം. അപ്പം ശ്വാസം എടുക്കുമ്പം നിങ്ങൾ നമ ശിവായ അക്ഷരം മാത്രം ജപിച്ചാൽ മതി, ഒന്നും ചിന്തിക്കേണ്ട. വിടുമ്പോഴാണ് നമ ശിവായ ജപിക്കുന്നതോടൊപ്പം ശ്വാസം വെളിയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത്, അല്ലെ നിങ്ങൾക്ക് ആരാണോ തടസ്സം നിൽക്കുന്നത്, അല്ലെ നിങ്ങൾക്ക് ഏത് കാര്യമാണോ തടസ്സം നിൽക്കേണ്ടത്, അത് ഈ മൂക്കിൽ നിന്ന് താഴേക്ക് ശ്വാസം വെളിയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ചിന്തിക്കേണ്ടത്. അപ്പം പിന്നെ നമശിവായോ ഒന്നും ചിന്തിക്കേണ്ട, ആ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ശ്വാസത്തോടൊപ്പം ചിന്തിക്കണം. അപ്പം ഈ ഒരു വിദ്യക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതായത് നമ്മൾ എന്ത് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നോ അത് നമ്മളിലേക്ക് തിരിച്ചു വരും. ഇപ്പം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഭൂമിയിൽ ഒരു വിത്ത് നടുന്നു, നമ്മൾ ആ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് കൊടുക്കുന്നു, തിരിച്ചത് മരമായിട്ട് അല്ലെങ്കിൽ അതൊരു ചെടിയായിട്ട് വളർന്നു വരുന്നു, ഫലം തരുന്നു. അതുപോലെ നമ്മൾ എന്ത് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നു അത് നമ്മളിലേക്ക് തിരിച്ചു വരും. ഒരു ചിന്തയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് നമ്മളിലേക്ക് തിരിച്ചു വരും. ഇവിടെ നമ്മൾ ആ ശിവമന്ത്രം ജപിച്ച ശ്വാസത്തിലൂടെ ഒരു ചിന്ത പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക. അത് പ്രപഞ്ചബോധം അത് സ്വീകരിച്ചിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് നമ്മളിലേക്ക് വരും.
നമ്മൾ പൂർണ്ണ വിശ്വാസത്തിലാണ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞ് ശരിയാകുമോ നടക്കുമോ എന്നൊന്നും സംശയിച്ചിട്ട് കാര്യമില്ല. ഈ വിദ്യ ചെയ്തു കഴിഞ്ഞ് മറക്കുക. ഇത് രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യുന്ന ഏറ്റവും ഫലപ്രദമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് നടക്കുമെന്ന് സംശയിക്കരുത്, ചിന്തിക്കരുത്. ചിന്തിച്ചാൽ പോയി. അത് നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്തിട്ട് അത് ശരിയാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്തതിൽ നമുക്ക് കുഴപ്പമുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ ചിന്തയുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു സംശയം പാടില്ല. സംശയത്തിൻ്റെ ഒരു തരി പോലും ഉണ്ടെങ്കിൽ ബലം കിട്ടത്തില്ല. പക്ഷേ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്ത് കഴിഞ്ഞ് അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ അത് വർക്കൗട്ട് ആകാൻ തുടങ്ങും. അത് ഇന്നലെ നാളെ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. ഇതൊക്കെ ശൈവ സിദ്ധന്മാർ, ശൈവ യോഗിമാർ, മഹർഷിമാർ ചെയ്തിരുന്ന ചില സൂക്ഷ്മ രഹസ്യ വിദ്യകളാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു മന്ത്രം അല്ലെ ഒരു മന്ത്രം ശബ്ദം നമ്മൾ വെളിയിലേക്ക് അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ പ്രപഞ്ചത്തിൽ നമ്മളിലേക്ക് അത് വരിക. അതാണ് നമ്മൾ ഇത് വെളിയിലേക്ക് ശ്വാസം വിടുമ്പോൾ മാത്രം ആ കാര്യം ചിന്തിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം. സൂക്ഷ്മങ്ങളായ ശിവവിദ്യകളാണ്. ഇത് ഏതൊരാൾക്കും ചെയ്യാം. ഇപ്പോൾ ഒരു വ്യക്തിയെ ചിന്തിച്ച് ചെയ്യാം. ആ വ്യക്തി നമുക്കെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തി നമുക്ക് അനുകൂലമായിട്ട് വരും. വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക, ആ വ്യക്തി നമുക്ക് അനുകൂലമാകത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ഈ ചെയ്യുന്ന വിദ്യയേക്കാൾ കൂടുതൽ ആ വ്യക്തി നമുക്ക് അനുകൂലമാകത്തില്ല എന്നുള്ള വിശ്വാസമാണ് കൂടുതലെങ്കിൽ ആ കൂടുതൽ ഉറച്ച് വിശ്വസിക്കുന്ന കാര്യം നടക്കും. ഒരിക്കലും നമുക്ക് ആ വ്യക്തി അനുകൂലമാകത്തില്ല. അതല്ല, നിങ്ങൾക്ക് ആ വ്യക്തി അനുകൂലമാകത്തില്ല എന്നൊരു ചിന്തയേക്കാൾ ഈ ചെയ്യുന്ന വിദ്യയിലാണ് വിശ്വാസം കൂടുതലെങ്കിൽ ഇത് ഫലം കാണാൻ തുടങ്ങും. അപ്പോൾ അത് ശരിയായിട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ വീടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റൂം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസ് ആയിക്കോട്ടെ, എവിടെ ആണെങ്കിലും ആ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഭാഗ്യസ്ഥാനമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. ആ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ഭാഗ്യസ്ഥാനമുണ്ട്. അത് കണ്ടെത്തിയാൽ നിങ്ങളുടെ ഭാഗ്യോദയം ആരംഭിച്ചു. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതെവിടെ എന്താണ് ചെയ്യേണ്ടത്? ഏത് മുറി ആയിക്കോട്ടെ, ഏത് ഓഫീസ് റൂം ആയിക്കോട്ടെ, വീടിൻ്റെ മുറി ആയിക്കോട്ടെ, ഈ ഒരു 4 ചുവരുള്ള ഒരു റൂമിനുള്ളിൽ ഒരു ഭാഗ്യസ്ഥാനമുണ്ട്. അത് ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. അവിടെ നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വൈകുണ്ഠത്തിൽ അനന്തശായിയായിട്ട് ശയിക്കുന്ന ഭഗവാൻ നാരായണനെയും നാരായണൻ്റെ സമീപം ഇരിക്കുന്ന മഹാലക്ഷ്മിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് സന്തോഷത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ജപിച്ചാൽ ആ വ്യക്തിയുടെ ഭാഗ്യ ഉദയം ആരംഭിച്ചു തുടങ്ങി. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണേലും ചെയ്യാം. ചെയ്ത അത് ഫലമുണ്ടാകും. ഇവിടെ വാ കൊണ്ട് വേണം ഓം നമോ നാരായണായ എന്നുച്ചരിക്കാൻ, മനസ്സിലല്ല. ഒന്നുകൂടെ പറയാം, കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു തവണ കേട്ടാൽ മനസ്സിലാകണമെന്നില്ല. നമ്മുടെ വീഡിയോ കാണുന്ന സാധാരണ ആളുകൾ മുതൽ വലിയ രീതിയിലുള്ള ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാവർക്കും ഒരു തവണ കേട്ടാൽ മനസ്സിലാകണമെന്നില്ല. ഞാൻ ഏതൊരു സാധാരണക്കാരനും വരെ മനസ്സിലാകണം, അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത്. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതും കിട്ടുന്നതും എനിക്ക് ആ ശിവഭഗവാന്റെ ധ്യാനത്തിലൂടെ, അല്ലെ ശിവകൃപയിലൂടെ, അല്ലെ ശിവയോഗയിലൂടെ ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് എൻ്റെ യാതൊരു കഴിവുമില്ല. ഭഗവാൻ എനിക്ക് തരുന്നത് നിങ്ങൾക്ക് തരുന്നു, അത്രേ ഉള്ളൂ. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കണം, അല്ലാത്തവർ അവരുടെ വഴിയെ പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് മുറിയുടെയും ഉള്ളിൽ ഒരു ഭാഗ്യസ്ഥാനമുണ്ട്. അത് ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. അതായത് തെക്ക് ഭാഗത്തിനും പടിഞ്ഞാറ് ഭാഗത്തിനും ഇടയിലുള്ള സ്ഥലമാണ്. അതാണ് തെക്ക് പടിഞ്ഞാറേ മൂല. അതെല്ലാ മുറിക്കും ഉണ്ട്. അപ്പം മുറിയിലെ മുറി ചതുരാകൃതി ആയിരിക്കണം. അത് വേണം കേട്ടോ, ചതുരാകൃതി ആയിരിക്കണം. അത് ദീർഘചതുരോ അല്ലെ സാധാരണ ചതുരോ എങ്ങനെയാണേലും കുഴപ്പമില്ല. ദീർഘചതുരം വരത്തില്ല. ഇനിയിപ്പോൾ ഹാളൊക്കെ ആണെങ്കിൽ ദീർഘചതുരം വരത്തില്ല. എന്താണേലും കൊള്ളാം, അത് ചതുരാകൃതി ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ കിഴക്കോട്ട് നോക്കണം. നോക്കിയിട്ട് വൈകുണ്ഠത്തിൽ അനന്തശായിയായിട്ട് അനന്തന് മുതൽ ശയിക്കുന്ന ഭഗവാൻ നാരായണൻ്റെ പാദത്തിൽ ഇരിക്കുന്ന മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വാ കൊണ്ട് കണ്ണു തുറന്ന് തന്നെ വാ കൊണ്ട് ഓം നമോ നാരായണായ എന്ന് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ ഭാഗ്യോദയം ആരംഭിക്കാൻ തുടങ്ങും. അതൊരു കടയുടെ റൂമായിക്കോട്ടെ, വീടിൻ്റെ റൂമായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ആ മുറിയുടെ ഭാഗ്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പം നിങ്ങളിലേക്ക് ഭാഗ്യം വർക്കൗട്ടാകാൻ തുടങ്ങും. നിങ്ങൾ ആ മുറിയിൽ നിന്ന് പോയാലും നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ആ ഒരു 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 ഈശ്വരീയമായ ഒരു ചാർജ്, ഒരു അനുഗ്രഹം, ഒരു ഒരു വൈബ്രേഷൻ നിങ്ങളിലേക്ക് ആക്റ്റീവ് ആകാൻ തുടങ്ങും. പിന്നെ നിങ്ങളിത് എവിടെ ചെന്ന് ചെയ്താലും എങ്ങനെ ചെയ്താലും അത് പിന്നെ തുടർച്ചയായിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ആ മുറിയുടെ ഏത് മുറിയാക്കട്ടെ അതിൻ്റെ ഭാഗ്യസ്ഥാനം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ്. ഇനിയും ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അതൊരു വീടിൻ്റെ ആയിക്കോട്ടെ, ഒരു ഓഫീസിൻ്റെ ആയിക്കോട്ടെ, പണപ്പെട്ടി വെക്കുക. അല്ലെ പണം വെക്കാൻ വേണ്ടി അലമാരിയോ ഡ്രോയോ അല്ലെ മേശയോ വെച്ച് അവിടെ പണം വയ്ക്കുക, പൂട്ടി വെക്കണം. പണം വർദ്ധിച്ചു വരും. അത് നിങ്ങൾ ഇഷ്ടം പോലെ സൗകര്യം പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇത് ഒരു വളരെ രഹസ്യമായ കാര്യമാണ്. ഇനിയും ഒരു കൈരേഖ രഹസ്യമാണ് പറയുന്നത്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾക്ക് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പം ഈ വരച്ചിരിക്കുന്ന കൈ പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചു കൊള്ളണം. അപ്പം ആദ്യം പറയുന്നത്, ഈ പറയുന്നതെല്ലാം പുരുഷന്മാരുടെ വലത് കൈ കൊണ്ടും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പം മോതിരവിരലിന് താഴെ ഉള്ള ഭാഗം ഹൃദയരേഖാഭാവം. ഇത് ഹൃദയരേഖ, ഇത് ഹൃദയരേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ആയുർരേഖ. ഇനിയും ഈ മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം. ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം. ഈ നടുവിരലിന് താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം. ഈ ചൂണ്ടുവിരലിന് താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം. ഈ കാണുന്നതാണ് ശുക്രമണ്ഡലം. ഈ കാണുന്നതാണ് ചന്ദ്രമണ്ഡലം. ഇത് മധ്യചൊവ്വാമണ്ഡലം വരും. പിന്നെ കീഴ്ചൊവ്വയും മേൽച്ചൊവ്വയൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല. അവിടെ നിങ്ങളുടെ മോതിരവിരലിന് താഴെ ഹൃദയരേഖ കണ്ടോ, ഇത് രണ്ടായിട്ട് പിളർന്നിട്ട് യോജിച്ച് കാണും. ഒരു വൃത്തം പോലെ, ചെറിയ വൃത്തം പോലെ രണ്ടായിട്ട് പിളർന്നിട്ട് യോജിച്ച് കാണുക. നോക്കിക്കൊണ്ടുണ്ട് ഈ ഭാഗം കണ്ടോ, ഇത് ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ്. ഈ രേഖ രണ്ടായിട്ട് പിളർന്നിട്ട് യോജിച്ച് കാണുന്നു. ഇങ്ങനെ കണ്ടാൽ, ക്ലിയർ ആണല്ലോ, കണ്ടാൽ. ഇനി ഇതിപ്പം ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിട്ട് യോജിച്ചല്ല കാണുന്നത്, വീതി കൂടി കണ്ടാലും ഈ ഫലം തന്നെയാണ്. ഇനിയും പറയാൻ പോകുന്ന ഫലം തന്നെയാണ്. നമ്പർ 1, സാമ്പത്തികപരമായ ഏതൊരു ഇടപാടും ശ്രദ്ധിക്കണം. ആരെങ്കിലും വന്നിട്ട് പറയുക കുറച്ച് പൈസ തരാമോ, തിരിച്ച് മറിച്ച് തരാമോ, അല്ലെ വേറെ ആരുടെയെങ്കിലും മേടിച്ച് തരാമോ, ഞാനത് അടുത്ത ആഴ്ച അല്ലെ അടുത്ത ദിവസം തന്നെ തിരിച്ചു തന്നേക്കാം. സ്വാഹ ആയിരിക്കും മിക്കവാറും. ഒരു രക്ഷയില്ല. അവർക്ക് ചിലപ്പോൾ തരണമെന്നുണ്ടെങ്കിലും അല്ലെ ചിലപ്പോൾ അവർക്ക് തരണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കാണണമെന്ന്. ഇതൊക്കെ എത്രയോ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. എനിക്കൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു സ്ത്രീ വന്നിട്ട് പറയുക ഇച്ചിരി ഒരു സ്വർണം തരാമോ, ഭർത്താവ് അറിയാതെ തന്നാൽ മതി, ഞാനങ്ങ് എടുപ്പിച്ച് തന്നേക്കാന്നേ, അടുത്ത ആഴ്ച എടുപ്പിച്ച് തന്നേക്കാം, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഭർത്താവ് കഴിയുമ്പോൾ വഴക്ക്, നിങ്ങളുടെ പൈസ പോയി. ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇതുള്ള ഒരു കഴിവതും അങ്ങനെയുള്ള പരിപാടിക്ക് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്പർ 2, സന്താന ക്ലേശം ഉണ്ടാകാം. ചിലർക്ക് സന്താനങ്ങൾ താമസിച്ചുണ്ടാകാം, ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ തടസ്സമുണ്ടാകാം. ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടായാലും അവരെക്കൊണ്ട് എപ്പോഴും എന്തെങ്കിലും മനോക്ലേശങ്ങളും പ്രതിസന്ധികളും അവരെക്കൊണ്ടൊരു മനോദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. ഈ 3-ൽ ഏതെങ്കിലും ഒരു അനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. നമ്പർ 3, കൊളസ്ട്രോള് അതുപോലുള്ള കാര്യങ്ങളെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകാൻ നല്ലതാണ്. അതുകൊണ്ട് ഗുണമുണ്ടാകും. ഇടയ്ക്ക് ശ്രദ്ധിച്ചു പോകുന്നത് നന്നായിരിക്കും. 4, കണ്ണാടി ചിലപ്പോൾ വെക്കേണ്ടതായി വരാം. കണ്ണിന് ചെറിയ പോരായ്മകൾ ഉണ്ടാകാം, നിർബന്ധമില്ല, ചെറിയ കാര്യങ്ങളാണ്. നമ്പർ 5, ഏതൊരു കാര്യം ചെയ്താലും അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ പഴി കേൾക്കാം. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടി ഏത് കാര്യം ചെയ്താലും ശ്രദ്ധിക്കണം. ചെറിയൊരു
ചെയ്യുന്ന കാര്യത്തിലൊരു പോരായ്മ വന്നാൽ പോലും വലിയ പഴി കേൾക്കേണ്ടതായി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിന് ചെയ്യേണ്ട കാര്യം. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക, അമ്മയ്ക്ക് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ ഒരു അഷ്ടോത്തര അർച്ചനയും കൂടെ കൊടുക്കുക. രാവിലെ ഒരു ഗണപതി ഹോമം കൊടുക്കുക, വൈകിട്ടൊരു ഭഗവതി സേവ കൊടുക്കുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. കാര്യം കഴിഞ്ഞു. അല്ലാതെ കൂടുതൽ കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി. വേറെ കൂടുതൽ കാര്യം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് ഗുണമുണ്ടാകുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് ആയുർ രേഖയാണ്. ഈ രേഖയെന്ന് കണ്ടോ, മുകളിലേക്ക് ശാഖകൾ പോകുന്നു. ഇങ്ങനെ മുകളിലേക്ക് ശാഖകൾ പോവുക. പക്ഷേ ഈ ശാഖകളെ കുറുകെ രേഖ കട്ട് ചെയ്യരുത്. കുറുകെ ഇങ്ങനെ രേഖ ഉണ്ടാകാൻ പാടില്ല. കുറുകെ രേഖ ഇല്ലാതെ തന്നെ വ്യക്തമായിട്ട് മുകളിലേക്ക് ശാഖ പോയാൽ ആ വ്യക്തിക്ക് വളരെ ഉയർച്ചകൾ, ഇപ്പം ചിലർക്ക് പുതിയ ഒരു വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ചിലർക്ക് വീട് വെക്കാം, ചിലർക്ക് തൊഴിലുയർച്ച ഉണ്ടാകാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വീട് സ്ഥലവും വാങ്ങാം. പുതിയ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളൊരു സൂചനയാണ് ആ ഒരു പീരീഡ്. സന്തോഷമായിരിക്കുക. ഇനി ഇത് കണ്ടോ, ബുദ്ധിരേഖയുടെ അവസാനം ഇതുപോലൊരു ത്രികോണം കാണുന്നതാണ്. കണ്ടോ, ബുദ്ധിരേഖയുടെ ഈ ഭാഗത്ത് ആയിട്ടൊരു ത്രികോണം രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധനം ഉണ്ടാകാനുള്ളൊരു യോഗം തന്നെയാണ്. അപ്പോൾ അത് മറ്റു രേഖകളിലൂടെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും പൊതുവായിട്ട് പറഞ്ഞാൽ ധനം ഉണ്ടാകാനുള്ളൊരു യോഗമാണ്. അപ്പോൾ അതിന് നിങ്ങൾ വ്യാഴാഴ്ച ത്രിമധുരം പുരുഷ സൂക്താർച്ചന കൃഷ്ണന് കൊടുത്താൽ ആ ഭാഗ്യം പെട്ടെന്ന് ജീവിതത്തിൽ അനുഭവത്തിൽ വരാനും എന്തെങ്കിലും ഭാഗ്യതടസ്സം കൊണ്ട് മാറി ആ ധനം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ അനുഭവത്തിൽ വരാൻ ഉപകരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും പറയാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് ചന്ദ്രമണ്ഡലമാണ്. ഇതിൻ്റെ ഏകദേശം ഒരു ഇത്രയും ഭാഗം ചന്ദ്രമണ്ഡലം വരും. ഒരു ഇത്രയും ഭാഗം ഏകദേശം ചന്ദ്രമണ്ഡലമാണ്. അപ്പോൾ ഈ ചന്ദ്രമണ്ഡലത്തിൽ കണ്ടോ ഒരു ഗുണനചിഹ്നം കാണും. കണ്ടല്ലോ. അപ്പം ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈയാന്ന് വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ ഈ വിരൽ വന്ന് നിൽക്കുന്നുണ്ടോ, ഈ വിരൽ വന്ന് നിൽക്കുന്നിടത്ത് നിന്ന് ഇത്രയും ഭാഗമാണ് ചന്ദ്രമണ്ഡലം. ഇത്രയും ഭാഗം ഇങ്ങോട്ട് കയറി വരത്തില്ല. എന്നിട്ട് ഇത്രയും ഭാഗം ഇതുണ്ടോ, ഈ വട്ടത്തിനുള്ളിൽ വരുന്നതാണ് ചന്ദ്രമണ്ഡലം. ഏകദേശം ഈ ഭാഗം വരും. കണ്ടല്ലോ. ഈ ചന്ദ്രമണ്ഡലത്തിൽ ക്രോസ് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ തിരുമേനി എനിക്ക് പ്രസാദം തന്നപ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ ക്രോസ് കണ്ടു. അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, വാഹനം ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം തിരുമേനി പറഞ്ഞു ശ്രദ്ധിച്ചോളാം. കാരണം നമ്മൾ ഒരു ജസ്റ്റ് എങ്ങനെ പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായില്ല, ഞാൻ എങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പം സാധാരണ ഒരു ഗ്രഹനില എടുത്ത് അല്ല അങ്ങനെയൊക്കെ പറയുമ്പം അത് വെച്ച് നോക്കിയാൽ പറഞ്ഞെന്ന് വിചാരിക്കും. ഇത് പ്രസാദം മേടിച്ചപ്പോൾ തിരുമേനി വാഹനാപകടം ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതാണ് വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഞാൻ ഇനി ഈ എങ്ങനെ പറഞ്ഞെന്ന് പുള്ളിക്ക് പിടിയിട്ടില്ല. ഞാൻ കയ്യിലെ ആ പ്രസാദം തന്നപ്പം കയ്യിലെ ആ ഗുണനച്ചിഹ്നം എൻ്റെ കയ്യിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു അധികം താമസിയാതെ തന്നെ പുള്ളിക്ക് വാഹനത്തിൽ നിന്നൊരു അപകടം ഉണ്ടായി. ഉടനെ പുള്ളി എന്നെ വിളിച്ചു. പ്രതീക്ഷ അത് നടന്നു കേട്ടോ. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പോയത്. പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ എന്തോ ഒരു ഇത് പറ്റി, ചെറുതായിട്ട്, വലുതായിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചന്ദ്രമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ക്രോസ് വന്നെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ക്രോസ് വ്യക്തമായിട്ട് തെളിഞ്ഞ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകാം എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ വാഹന അപകടം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ തിരുമേനിയോട് പറഞ്ഞത് ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഉണ്ടാകും എന്ന് അങ്ങനെ ഞാൻ ആരോടും പറയാറില്ല. തിരുമേനി വാഹന അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളാണ്, ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ശ്രദ്ധിച്ചോണം എന്നേ പറഞ്ഞോളൂ. അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ഒഴിവാക്കാമായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾക്കാണേലും ഇങ്ങനെ ഒരു രേഖ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക. അപ്പോൾ അത് ഗുണം ചെയ്യും. അപ്പോൾ അത് ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ, ചെറിയ ക്രോസ് ആയിരിക്കും, അല്ലാതെ നമ്മൾ വലിയ ക്രോസൊന്നും ആയിരിക്കത്തില്ല. ഒരു ക്രോസ് ചിഹ്നം ചന്ദ്രമണ്ഡലം, ഇത് ആണുങ്ങൾക്കും വലത് കൈ കൊണ്ട്, ഈ പറഞ്ഞതെല്ലാം സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളണം. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ക്രോസ് ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പം വരത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത എത്രയോ ആളുകൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളത് ആ സമയത്ത് കൂടുതൽ ശ്രദ്ധ കാണിക്കണം. അതിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ മാത്രമല്ല, ഏത് കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒരു റോഡ് ക്രോസ് മുറിച്ച് കിടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല.
അത് അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ സാധ്യതയാണ്. വണ്ടി ഉപയോഗിക്കുന്നവരാകുമ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ. ഒരു ചെറിയ ഒരു സാധ്യത മാത്രമേ സംഭവിക്കണം, നിർബന്ധമില്ല. നമ്മളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ ഈ പറയുന്നൊരു വഴിപാടുകൂടെ ചെയ്ത ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് മുൻജന്മ കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതും തീരും, നിങ്ങളുടെ സമയദോഷവും തീരും. ശിവന് പക്കനാളിന്, അതായത് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം കരിക്കഭിഷേകം, അത് തലേദിവസേ കരിക്ക് കൊടുത്ത് ഏർപ്പാട് ചെയ്യണം. രാവിലെ ചെയ്തോളൂ, തിരുമേനിയുടെ തലേദിവസം കൊടുക്കണം കരിക്കഭിഷേകം. പിന്നെ രാവിലെ അതോടൊപ്പം അത് രാവിലെ എന്ന് ചെയ്താലും മതി. പാൽപ്പായസം, കൂവളത്തൽ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ അർച്ചന, ഇത് പക്കനാൾ തോറും ആവർത്തിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതായിട്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല, പുസ്തകത്തിൽ നോക്കിയോ അതൊന്നും അല്ല. ഇത് ഞാൻ 10,000-ലേറെ കൈരേഖകൾ, ഗ്രഹനിലകൾ, സംഖ്യാജ്യോതിഷം ഇതൊക്കെ പരിശോധിച്ച ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ജീവിതം മാറിയ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട അറിവുകളാണ്, ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേ സീരിയസ്നെസ് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഇന്ന് ഞാൻ രാവിലെ വ്യാഴാഴ്ച അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി. വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരമൂർത്തി അവിടെ. അവിടെ ചെങ്ങന്നൂരിൽ നിന്നൊരു അമ്മ അവിടെ വന്നു. അവിടെ അമ്മ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം മാറ്റവും ഉണ്ടായത്. മക്കളൊക്കെ ഗൾഫിന് പോയി രക്ഷപ്പെട്ടു, നല്ല കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അമ്മ എൻ്റെ കാലിലോട്ട് വീഴാൻ പോയി. ഞാൻ പെട്ടെന്ന് അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. നമ ശിവായ എന്ന് പറഞ്ഞു മനസ്സിൽ. അപ്പോൾ ഞാനീ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അത് വിശകലനം ചെയ്ത് പറഞ്ഞാലും കൊള്ളാം, ഈ വീഡിയോ പറഞ്ഞാലും കൊള്ളാം, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഏതൊരാൾക്കും ഗുണമുണ്ടാകുന്ന, ഏതൊരാളുടെ ജീവിതം മാറുന്ന, ഒരിക്കലും എൻ്റെ പുറകെ നടക്കാനോ ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ലളിതമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന വഴിപാടുകളെ, പ്രാർത്ഥനകളെ ഒക്കെ പറഞ്ഞു തരും. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിനുള്ളതാണ്, നിങ്ങൾ തൊഴിൽ ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതാണ്. അതൊരിക്കലും ഒരാളുടെ എൻ്റെ പുറകെ എപ്പോഴും എന്നെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുറകെ നടക്കുക, അങ്ങനെയൊന്നും കളയാനുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ഏതൊരാൾക്കും ജീവിതത്തിൽ ഒരു തവണ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട്. അല്ലാതെ വീഡിയോ പറഞ്ഞ് ചെയ്യുന്നവർക്കും ഒക്കെ ജീവിതം മാറിയിട്ടുണ്ട്. എന്നെ നിങ്ങൾ വഴി വെച്ച് ഒന്ന് കണ്ട് മിണ്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ശ്വാസം മുഴുവൻ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കെന്തോ ഇതെല്ലാം പറഞ്ഞു തരുന്ന പൂർണ്ണ സന്തോഷത്തിലാണ്. എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. ചുമ്മാ കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ ചിലപ്പം ഇതിനെക്കാട്ടിലും കൂടുതൽ വീഡിയോ ഓടും. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് ബോധ്യമുള്ള, അനുഭവമുള്ള ഒരാളുടെ ജീവിതം കാണുന്നവൻ്റെ മാറണം. അതാരുമായിക്കൊള്ളട്ടെ, അവരുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം, ഉയർച്ച എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാകും. പല വീഡിയോകളും ചിലതൊക്കെ ചിലപ്പം 1 ലക്ഷങ്ങൾ 6 ലക്ഷമൊക്കെ ഓടും, അത് ചിലതേ ഓടും. മിക്കവാറും വീഡിയോകളെല്ലാം 10,000 അല്ലെങ്കിൽ 7,000 അല്ലെങ്കിൽ 8,000 ഓടിയിട്ട് അവിടെ നിൽക്കും. അധികം പിന്നെ മുന്നോട്ട് പോകത്തില്ല. കാരണം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം, പക്ഷെ ഒരിക്കലും ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് പറയുന്നതിനകത്തൊരു സംതൃപ്തി വേണം. എൻ്റെ ആ ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശിവനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സത്യസന്ധമായ, ചുമ്മാ കുറേ കാര്യങ്ങൾ പറയുന്നില്ല, സത്യസന്ധമായ ജീവിതം മാറ്റുന്ന ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ആവശ്യമുള്ളവർ കാണുക, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഒക്കെ അവനവൻ്റെ ഭാഗം. കാണുമോ കാണാതിരിക്കുകയോ ചെയ്യാതിരിക്കുകയോ, ഞാനെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്നു. ഇതും എൻ്റെ ഉപാസന പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ഉപാസന പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയോ ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു സർപ്പമന്ത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കുക, പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടാണ്. എനിക്ക് നാഗരാജാവിൻ്റെയും നാഗേക്ഷിയുടെയും ചാമുണ്ടിയുടെയും ഒക്കെ മന്ത്രങ്ങൾ അറിയാം. അത് പറയാൻ വയ്യാഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത് നിങ്ങൾക്കറിയാം.
സർപ്പമന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. മറ്റേത് ദൈവിക ചൈതന്യങ്ങളും ചിലപ്പം കോംപ്രമൈസ് ചെയ്യും, പക്ഷെ നാഗദേവതകൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഒരു പിഴവ് പറ്റിയാൽ അത് ചുമ്മാ അങ്ങനെ ജപിക്കരുത്. അതിന് ചിട്ടവട്ടങ്ങളുണ്ട്, അതിന് ചില വ്യവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ല പറയാൻ അറിയാൻ മേഞ്ഞിട്ടോ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പം കുറച്ച് കൂടുതലോ ചിലപ്പം ആളുകൾ കണ്ടെന്നിരിക്കും. പക്ഷെ അതല്ല എനിക്ക്. അപ്പം അത് എനിക്ക് ആ ഒരു നിങ്ങൾക്ക് ചൊല്ലിയാൽ ഗുണം, നിങ്ങൾക്ക് ആ ഒരു കാര്യം, നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾക്ക് ഗുണം ഉണ്ടാകണം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത്. അതിനൊക്കെ ചിട്ടകളും വ്യവസ്ഥകളും ഉണ്ട്. അതൊന്നും ചുമ്മാ ചാടിക്കയറി ജപിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് പറയാത്തത്. ഞാൻ ഇന്ന് ഒരു അശ്വാരൂഢ മന്ത്രം പറഞ്ഞിട്ടുണ്ടോ വീഡിയോയ്ക്കകത്ത്? ഇല്ലല്ലോ. 1000-നും മേൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അശ്വാരൂഢ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അശ്വാരൂഢ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്, പറയാൻ വയ്യാത്തതുകൊണ്ടാണ്. അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അതൊക്കെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട മന്ത്രങ്ങളാണ്. അതൊക്കെ പാവപ്പെട്ടവനൊരു വീഡിയോ കണ്ട് ചുമ്മാ ചൊല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഗുണത്തെക്കാൾ അവർ ദോഷം ചെയ്യാം. അതിനൊക്കെ ചിട്ടയുണ്ട്, വ്യവസ്ഥയുണ്ട്, നിഷ്ഠയുണ്ട്, ചര്യയുണ്ട്. അപ്പം ഞാൻ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അതിനൊരു സത്യമുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ മന്ത്രങ്ങളൊന്നും ചാടിക്കയറി ജപിക്കാൻ പറ്റത്തില്ല. ഏതൊരു സാധാരണക്കാരനും ജപിക്കാവുന്ന, ചെയ്യാവുന്ന നല്ല വിദ്യകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ സർപ്പമന്ത്രങ്ങളൊന്നും എനിക്ക് പറയാൻ വയ്യാഞ്ഞിട്ടല്ല, ഞാനത് പറയത്തില്ല. കാരണം അതിനൊക്കെ ചര്യയും നിഷ്ഠയും വ്യവസ്ഥയുണ്ട്. സർപ്പദേവതകൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. എനിക്കതറിയാം. ഞാൻ ശിവവിദ്യ, ഞാൻ ശിവയോഗിയാണ്. എനിക്ക് ആ നാഗദേവതയുടെ പല അനുഭവങ്ങളും ഉണ്ട്. എനിക്ക് അവരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ ഒരിക്കലും കോംപ്രമൈസ് അങ്ങനെ ചെയ്യുന്ന പാർട്ടികളല്ല. അവരോട് ചുമ്മാ അങ്ങനെ കളിക്കാൻ പറ്റുന്ന ടീമുകളല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുപോലെ ഒരു യക്ഷിണിയുടെ മന്ത്രങ്ങൾ ഇന്നേവരെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കൂ, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്നാൽ യക്ഷിണിയുടെ മന്ത്രം എനിക്ക് പറയാൻ പറ്റാഞ്ഞിട്ടാണോ? പറയത്തില്ല. കാരണം അതൊന്നും ചുമ്മാ ഒരാൾ ജപിക്കാൻ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിനൊക്കെ വ്യവസ്ഥകളുണ്ട്. ഈശ്വരീയമായ ചൈതന്യങ്ങൾ വേറെ, അല്ലാതുള്ള സൂക്ഷ്മരൂപികൾ വേറെ. അതിനൊക്കെ ഓരോ വ്യവസ്ഥകളും ചിട്ടകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ഏതൊരാൾക്കും ജപിക്കാവുന്ന നല്ല കാര്യങ്ങൾ, അപ്പോൾ അതിനൊരു സത്യമുണ്ട്. എനിക്ക് അതിനൊരു സംതൃപ്തിയുണ്ട്. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ, നിങ്ങൾക്ക് ഏതൊരാൾക്കും ജപിച്ചാൽ ഗുണമുണ്ടാകുന്ന, ജപിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. കാരണം ഈശ്വര, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതൊരു നല്ല കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഈശ്വര, അത് അവർക്ക് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈശ്വര. അതുകൊണ്ടല്ല അവർക്ക് ഗുണമുണ്ടാകുന്ന അവരൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഈശ്വര. ഈ ഒരു തൃപ്തി ഉള്ളിലുണ്ട്. അല്ലാതെ ചുമ്മാ വായി വരുന്നതൊക്കെ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചുമ്മാ ഓരോന്നൊക്കെ അറിയാൻ വയ്യാത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്നുവരെ ബാണേശ്വരിയുടെ മന്ത്രം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബാണേശ്വരിയുടെയൊക്കെ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് കാര്യസാധ്യം ഉണ്ടാവും, പക്ഷേ തിരിച്ചടികൾ വരാം. ചില അനുഭവങ്ങൾ പലരുടെയും ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ബാണേശ്വരിയുടെ മന്ത്രം എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയും കാണുന്നത് ചുമ്മാ കയറി ചെല്ലരുത്. എല്ലാവരും ഇപ്പം നമ്മളെപ്പോലെ ആകണമെന്നില്ല. എന്നാൽ നല്ല ആളുകളും ഒരുപാടുണ്ട്. ചുമ്മാ അതും ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിടും. അതൊന്നും കയറി കൈ വെക്കരുത്. ആർക്കും പോകാനില്ല, നിങ്ങൾക്ക് മാത്രമേ പോകാനുള്ളൂ. വേറെ പറയുന്നവർക്കൊന്നും പോകാനില്ല. അത് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും നല്ലതെന്ന് ബോധ്യമുള്ള കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവൂ. അല്ലെങ്കിൽ അത് മതി ജീവിതം ഇല്ലാതാവാനും. നല്ല കാര്യം ചെയ്താൽ അത് മതി ജീവിതം രക്ഷപ്പെടാനും. അതെപ്പോഴും മനസ്സിലാക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുന്ന എത്ര പേരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല. അധികം ആളുകളൊന്നും കാണണമെന്നില്ല. പക്ഷേ മനസ്സിലാക്കുന്നവർക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകും. നല്ല കാര്യങ്ങളെ മാത്രം, നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുന്ന ആളുകളുണ്ട്. അതിനെയൊക്കെ ഫോളോ ചെയ്യാം. പക്ഷേ ഈ ചില അറിവുകൾ, ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അത് മാത്രമേ ചെയ്യാവൂ. അല്ലാത്ത കാര്യം ചെയ്യരുത്. അപ്പോൾ ഈ ഇന്നാളെ ആരാണ് പറയുന്നത്, ഒരാൾ എന്നോട് പറഞ്ഞു, ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളി വീട്ടിൽ രാവിലെ ഏതോ വീഡിയോയിൽ കണ്ടതാണ്. രാവിലെ വീട്ടിൽ മഞ്ഞളും വേറെ ഏതാണ്ട് കൂടെ കലക്കി അങ്ങ് തളിച്ച് പുള്ളി കുറേ നാളിങ്ങനെ ചെയ്തു. ഇപ്പോൾ ആ പുള്ളിയുടെ മോൻ ഗൾഫിൽ പോയിട്ട് അവന് മാനസിക പ്രശ്നമാണ്. പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു. അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം ചില നല്ല പരിപാടികൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം മാറ്റമുണ്ടെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ ഇവിടെ കാണുന്ന കാര്യം കണ്ട് ചെയ്യാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു?
അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ പറയും, മേലാൽ എന്നോട് ഇനി ഒരു കാര്യം സംസാരിക്കരുത്. കാരണം എൻ്റെ ഏതാണ് നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യൂ. ഈ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒന്നും ചെയ്യരുത്. ചുമ്മാ അവിടെ എവിടെയും കണ്ടെന്ന് കരുതി ഒന്നും ചെയ്യരുത്. അത് ഓരോരുത്തർ അവരവരുടെ അറിവ് വെച്ച് പറയുന്നു. അത് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാജഗോപാല മന്ത്രം പോലും ജപിക്കുകയാണെങ്കിൽ നിഷ്ഠ വേണം, ചര്യ വേണം. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ മന്ത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ രാജഗോപാല മന്ത്രം ഞാൻ അങ്ങനെ പറയാറില്ല. രാജഗോപാല മന്ത്രം ഞാൻ പറയാറേ ഇല്ല. കാരണം അതിനിച്ചിട്ട് വ്രതനിഷ്ഠ വേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചില ഒരു എഫക്റ്റുകൾ ഉണ്ടാകാം. അല്ല, രാജഗോപാല മന്ത്രം എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടാണ്. അപ്പം ഇത് പറയാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്രത, ചര്യ, നിഷ്ഠ, വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകാം. ഇതൊന്നും ഈ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പം നല്ലത് കാര്യങ്ങളെ മാത്രം, അവനവന് ചെയ്യാവുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക, അതിനെ ഫോളോ ചെയ്യുക. ആവശ്യമില്ലാത്തതിൻ്റെയൊക്കെ പുറകെ പോയവരാരും ജീവിതത്തിൽ ശരിയായ രീതിയിൽ ഒരു ജീവിതം അനുഭവിച്ച് തീർത്തിട്ടില്ല. എല്ലാം പല പല രീതിയിൽ ഒരു ജീവിതം പ്രശ്നങ്ങളിലേക്ക് പോയിട്ടേ ഉള്ളൂ. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്തവരെല്ലാം ഈശ്വരനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനെന്നല്ല, ആരുടെ വീഡിയോ ആണ്, എല്ലാവരും നല്ല കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറയുന്നു ഇന്ന അത് ചെയ്യണം ഇത് ചെയ്യണം, നിങ്ങൾക്ക് തോന്നും അയാൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ തോന്നിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോകരുത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് ഈശ്വരൻ പറയും, എടാ ഇയാൾ ചിലപ്പം എന്നെക്കൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ പറയുന്നത്, ചിലപ്പോൾ ഈശ്വരൻ തോന്നിക്കും. അങ്ങനെ ഒരു മനസാക്ഷി നിങ്ങളുടെ ഉള്ളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകരുത്. പറഞ്ഞ് മനസ്സിലായല്ലോ? പിന്നെ പോയാൽ നിങ്ങളുടെ അഹങ്കാരമാണ്. പിന്നെ എൻ്റെ കാശ് പോയി ജീവിതം പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള മനസാക്ഷിയെ, ഈശ്വരനെ വിശ്വസിക്കുക, നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതിനുള്ള സാഹചര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തോന്നിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ என்றிட തീവിണയെ മാലും, ശിവശിവ என்றிட തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനെ. ഓം നമ ശിവായ. ശിവോഹം. ഇത് അഘോരികൾ ജപിക്കുന്ന ഒരു മന്ത്രമാണ്. ശിവോഹം. ഓം കൃഷ്ണായ നമഃ.